ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് നമുക്കറിയാം പവർ പോയിന്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നായ പവർ പ്രസൻറ്റേഷൻ വ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ നോക്കുന്നത്. നമുക്കറിയാം പ്രസൻറ്റേഷൻ വ്യൂ ടോട്ടലി 4 പ്രസൻറ്റേഷൻ വ്യൂവും 3 മാസ്റ്റർ വ്യൂകളുമാണ് നമുക്ക് പവർ പോയിന്റിലുള്ളത്. മൊത്തം 7 വ്യൂ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ 4 പ്രസൻറ്റേഷൻ വ്യൂ ഉണ്ട്, 3 മാസ്റ്റർ വ്യൂകളും ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്ന് നോർമൽ വ്യൂ ആണ്, മറ്റൊന്ന് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്, അടുത്തത് നോട്ട്സ് പേജ് വ്യൂ ആണ്, അടുത്തത് വളരെ പ്രധാനപ്പെട്ട സ്ലൈഡ് ഷോ എന്ന് പറയുന്ന വ്യൂ ആണ്. അങ്ങനെ 4 വളരെ പ്രധാനപ്പെട്ട പ്രസൻറ്റേഷൻ വ്യൂവും 3 മാസ്റ്റർ വ്യൂ. ക്ലിയർലി? സ്ലൈഡ് മാസ്റ്റർ വ്യൂ, അതുപോലെ നോട്ട് മാസ്റ്റർ വ്യൂ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ, അങ്ങനെ മൊത്തം 3 മാസ്റ്റർ വ്യൂവും കൂടി ചേർത്ത് 7 വ്യൂ ആണ് നമ്മളെ പവർ പോയിന്റിൽ പ്രസൻറ്റേഷൻ വ്യൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ 4 തന്നെയാണ് പ്രസൻറ്റേഷൻ വ്യൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ വ്യൂ ഏത് എന്നുള്ളതാണ്. പവർ പോയിന്റ് ഡിഫോൾട്ട് പ്രസൻറ്റേഷൻ വ്യൂ എന്ന് പറയുന്നത് മറന്നു പോകരുത്, നോർമൽ വ്യൂ ആണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റീഡിംഗ് വ്യൂ എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പവർ പോയിന്റിലെ റീഡിംഗ് വ്യൂ എന്നറിയപ്പെടുന്നത് സ്ലൈഡ് ഷോ വ്യൂവിനെയാണ്. അത് ഓർമ്മിച്ചിരിക്കുക. പവർ പോയിന്റിലെ റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത് സ്ലൈഡ് ഷോ വ്യൂവിനെയാണ്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്?